ദൈവം ആരാണ് എന്നൊരു ചോദ്യം ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ കുറേ കാലമായി ഉണ്ട് എങ്കിൽ ശ്രീനാരായണ ഗുരുദേവനാൽ രചിക്കപ്പെട്ട ദൈവദശകത്തിൽ അതിൻ്റെ ഉത്തരമുണ്ട്. അപ്പോൾ ദൈവം എന്നത് എന്നെ കാക്കുന്നവരാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ എന്നെ കൈപിടിച്ച് ഈ സംസാരമാകുന്ന ഈ വൈഷമ്യങ്ങൾ നിറഞ്ഞ ഈ സംസാരത്തിൽ നിന്നും കൈപിടിച്ചു കൊണ്ടുപോകുന്നതായ നാവികനാണ് എന്നും എനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ ഒന്നൊന്നായി എണ്ണിയുള്ള എൻ്റെ ഈ ജീവിതം അവസാനിക്കുമ്പോൾ ഞാൻ ആരിലേക്കാണോ, ഏത് പ്രപഞ്ച ശക്തിയിലേക്കാണോ ഞാൻ എത്തുന്നത്, അതും ഞാൻ ആരിലേക്കാണോ എത്തപ്പെടുന്നത് അവനും ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അന്നവും വസ്ത്രവും മറ്റെല്ലാം തന്ന് രക്ഷിക്കുന്നവനാണ് ദൈവമെന്ന് എനിക്ക് മനസ്സിലായി. അവൻ തന്നെയാണ് ഞങ്ങളുടെ ഏകമായ തമ്പുരാനെന്ന് എനിക്ക് മനസ്സിലായി. അവൻ ഒരു കടലിൻ്റെ ആഴമുള്ള ആ ഒരു ആഴിയും ആ ആഴിക്ക് മുകളിലുള്ള തിരയ്ക്ക് കാരണമായ കാറ്റും ഇതെല്ലാം എങ്ങനെയാണോ സമന്വയിക്കുന്നത്, അതുപോലെ ഈ മായയും മഹിമയും ഇതെല്ലാം അവൻ എന്നിൽ തന്നെയാണ് ഉള്ളവൻ എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഈ പ്രപഞ്ചം മൊത്തവും തിരഞ്ഞു പോകുമ്പോഴും അവൻ എന്നിൽ തന്നെയുള്ള ശക്തിയാണ് എന്നെനിക്ക് മനസ്സിലായി. അവൻ തന്നെയാണ് സൃഷ്ടി, ഇതെല്ലാം സൃഷ്ടിക്കുന്നവൻ അവൻ തന്നെയാണ്. അവൻ തന്നെയാണ് സൃഷ്ടാവും, അവൻ തന്നെയാണ് ഈ സൃഷ്ടിയും, അവൻ തന്നെയാണ് ഈ സംസാര സാഗരമെന്നും എനിക്ക് മനസ്സിലായി. അവൻ തന്നെയാണ് സൃഷ്ടിക്കുള്ള, നമ്മൾ ഓരോരുത്തരും സൃഷ്ടിയാണെങ്കിൽ ആ സൃഷ്ടിക്കപ്പെട്ടവയെല്ലാം തന്നെ അതിൻ്റെ സാമഗ്രി ആയിട്ടുള്ളതും അവൻ തന്നെയാണ്. അവൻ തന്നെയാണ് നാം, തത്വമസി എന്നും ബോധ്യപ്പെട്ടു. അവൻ മായയാണ്. ഈ ചുറ്റുപാടിലും കാണുന്ന ഓരോ മായയും അവനാണ്. ആ മായയ്ക്ക് കാരണമായ മായാവി അവൻ തന്നെയാണ്. ഈ മായയിൽ കെട്ടിപ്പിരണ്ട് ദിക്കൊന്നും അറിയാതെ കഷ്ടപ്പെടുന്ന ഈ മായയെ കണ്ട് വിനോദം കൊള്ളുന്നവനും അവനാണെന്ന് എനിക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ ഈ മായയെല്ലാം ഒടുവിൽ നീക്കി മാറ്റി എനിക്ക് സായുജ്യം നൽകുന്ന ആ മഹാപുരുഷനും അവനാണെന്ന് എനിക്ക് മനസ്സിലായി. അവൻ തന്നെയാണ് സത്യം, അവൻ തന്നെയാണ് ഞാനും, അവൻ തന്നെയാണ് ആനന്ദം. ഈ നിത്യമായ എല്ലാം തന്നെ അവനാണ് എന്ന് മനസ്സിലായി. അവൻ തന്നെയാണ് ഭൂതം, അവൻ തന്നെയാണ് വർത്തമാനം, അവൻ തന്നെയാണ് ഭാവി എന്നും മനസ്സിലായി. അതെല്ലാം വേദങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നുവെന്നും ഇതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നുവെന്നും എല്ലാത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നതും അവനെ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി സർവ്വതിലും എല്ലാ സൃഷ്ടിയും അവൻ തന്നെയാണ്, അല്ലെങ്കിൽ എല്ലാ സൃഷ്ടിക്ക് കാരണമായതും അവനാണെന്നിരിക്കെ ആ ഓരോ സൃഷ്ടികളിലും അവനുണ്ടെന്നും ആ സൃഷ്ടിക്ക് പുറത്തുള്ള സർവ്വതിലും അവനുണ്ടെന്ന് മനസ്സിലായി. അവൻ്റെ പദം സർവ്വവും നിറഞ്ഞു നിൽക്കുകയാണെന്ന് മനസ്സിലായി. അവനെ ഞങ്ങൾ പുകഴ്ത്തുകയാണ്. ഭഗവാനെ നീ ജയിക്കൂ, നീ തന്നെയാണ് ജയിക്കേണ്ടത്, ഭഗവാനെ ഈശ്വരീയം തന്നെയാണ് ജയിക്കേണ്ടത്, എല്ലാത്തിനും സർവമായ ദൈവമേ നീയാണ് ജയിക്കേണ്ടവൻ. ഈ എല്ലാവിധത്തിലുള്ള വൈഷമ്യങ്ങളിൽ നിന്നും കരകയറ്റുന്നതായ അങ്ങേ ദൈവമേ നീ തന്നെ ജയിക്കണം, സർവവും ആനന്ദം നീ തരണം. ഒരു നദി പോലെ നീ ഇത്തരത്തിൽ ഒഴുകി സംസാര സാഗരം നമ്മിൽ ഇത്തരത്തിൽ ആനന്ദം നൽകുന്ന ഭഗവാനെ നീ ജയിക്കുക. നമ്മൾ അപ്പോൾ യഥാർത്ഥത്തിലൊരു പ്രാർത്ഥനയിൽ ഭഗവാനെ നീ എനിക്ക് അത് തരൂ ഇത് തരൂ എന്ന് പറയുകയല്ല. നമ്മൾ അവനോട് എന്ത് ചോദിക്കണമെന്ന് പറയുമ്പോൾ അവനോടൊന്നും ചോദിക്കാതെ ഭഗവാനെ നീ ജയിക്കൂ എന്നാണ് നമ്മൾ പറയപ്പെടുന്നത് എന്നെനിക്ക് അവൻ ജയിച്ചു കാണട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതെന്ന് എനിക്ക് തോന്നി. പിന്നെ ആഴമേറും നിൻ മഹസാമാഴിയിൽ അവനിലേക്ക് നമുക്ക് ആഴ്ന്നിറങ്ങി നമുക്ക് ഈ ഭൂമിയിൽ ആരിലേക്കാണ് നമ്മൾ എത്തപ്പെടേണ്ടത്? നമ്മൾ അവനിലേക്കാണ് എത്തപ്പെടേണ്ടത്. അവനിൽ ആഴ്ന്നിറങ്ങി നമുക്ക് വാഴാൻ കഴിയണം, സുഖമായി അവനിൽ നമുക്ക് വാഴാൻ കഴിയണം. അപ്പോൾ ദൈവം എന്നത് അവൻ തമ്പുരാനാണ്,
അവൻ തന്നെയാണ് സർവ്വതും. അവൻ എന്നിലുണ്ട്. അവൻ ചുറ്റുപാട് സർവ്വത്തിലുമുണ്ട്. അവൻ തന്നെയാണ് ഈ മായയും ഈ മായയ്ക്ക് കാരണമായവനും ഈ മായയെല്ലാം മാറ്റി സായുജ്യം നൽകുന്നതെന്നും തോന്നി.